പിന്നല്ല. നമ്മൾ അപ്പം ഒന്നുകൂടെ പറയാം, ഈ അടിയന്തരാവസ്ഥ. ക്രെഡിറ്റ് എടുക്കുന്ന കാര്യത്തിൽ RSSന് അതെ ക്രെഡിറ്റ് അതെ, കൊടുക്കുന്നത്. അതിലേക്ക് വരും. ആർ എസ് എസ് ക്രെഡിറ്റ് എടുക്കുന്ന കാര്യത്തില് ഉം. അത് സംശയാസ്പദമാണ്. അത് അതിനേക്കാളുപരി ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനവും അതിലേക്ക് നയിച്ച സംഭവങ്ങൾക്കും ഇടയിൽ വലിയ ദുരൂഹതയും ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ ഇതിനെ ക്ലിയർ ആക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ്. അതായത് ഇന്ദിരാഗാന്ധിയെ അവർക്ക് തള്ളി പറയാം, പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ പുറത്തു വീണ ഒരു ആ, ഇതാണ് കറുപ്പായി പോയി അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയില് അതിന് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ആ ആ വിധിയുടെ ഒരു അസ്വാഭാവികത തൊട്ട് കോൺഗ്രസ് അതിനെ വെളിപ്പെടുത്തണ്ട, അല്ലെങ്കിൽ അവരതിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്താണ് റിയാലിറ്റി, ആ റിയാലിറ്റി പറഞ്ഞിരുന്നെങ്കിൽ, ആ റിയാലിറ്റി പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു കോൺഗ്രസ്സുകാരനും ശ്രമിച്ചില്ല. കോൺഗ്രസിൽ സാൽവെ പോലെ, കപിൽ സിബലിനെ പോലെ അതിപ്രഗത്ഭന്മാരായ വക്കീലന്മാര് ഉണ്ട്, അന്നും ഉണ്ട്. അന്ന് മറ്റേ ഇദ്ദേഹം എന്താണ്, ഗോപാൽ സുബ്രഹ്മണ്യമൊക്കെ അന്ന് ചെറുപ്പമാണ്. അവരാരും തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ വക്കീല് ഈ വിധിയുടെ ഒരു അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിന് അത് ഉയർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ ഇത്രയധികം ഒരു തിരിച്ചടി കിട്ടുകയില്ല. ഇപ്പൊ എല്ലാ 50 വർഷം, ഇപ്പൊ ഇപ്രാവശ്യം പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വർഷത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഭരണഘടനാ ഹത്യാ ദിനം, അതായത് ഭരണഘടന മരിച്ച ദിവസമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പിന്നീട് ആ ഭരണഘടന ഉയർത്തെഴുന്നേറ്റതും മറ്റുമായ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ അടിയ പറയുന്നതാണ്, കോൺഗ്രസ് ഇന്നലെ ഞാൻ ബിഷപ്പൂരിലെ ഒരു ലെക്ചർ ആയിട്ട് ആർഗ്യൂ ചെയ്തു ഫേസ്ബുക്കിൽ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അപ്പോളജൈസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനു ചെയ്യണം? കോൺഗ്രസ് പാർട്ടിയുടെ അത് പ്രഖ്യാപിച്ച അതേ പ്രധാനമന്ത്രി അത് പിൻവലിക്കുകയും ജനം തിരിച്ചു കൊണ്ടുവന്നു. ഇലക്ഷൻ നടത്തുകയും തോൽക്കുകയും ജയിൽ വരെ പോവുകയും 3 വർഷം പ്രതിപക്ഷത്തിരിക്കുകയും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്ത് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഇനിയും അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇനി എന്തെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കണോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നു. അതായത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ 3 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നു, ജയിൽ വരെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. മകൻ അത് കഴിഞ്ഞിട്ട് മകന്റെ അടുത്ത ആട്ടത്തിൽ അവരുടെ മകൻ തന്നെ മരിച്ചു പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവർ പ്രധാനമന്ത്രിയായി വീണ്ടും വരികയും 3 വർഷം, 4 വർഷം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്ന കോൺഗ്രസിന് ഇനിയും ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. പക്ഷേ RSS ഇപ്പോൾ പറയുന്ന ഈ ക്രെഡിറ്റുകൾ, ഭരണഘടന ഹത്യ എന്നൊക്കെ പറയുന്നത്, അത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അവർ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മിസസ് ഗാന്ധി ചെയ്ത മിസസ് ഗാന്ധി ചെയ്തത് ഒരു നിയമം വെച്ചാണ്. നിയമ സാധുത അതിനുണ്ടായിരുന്നു ചെയ്യുന്നതിന്. ഇപ്പം ED ആണെങ്കിലും CBI ആണെങ്കിലും പോലീസ് വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ടു നിയമ സാധ്യത ഉണ്ടായിരുന്നു. നിസ്സയുടെ പേരിലായിരുന്നു, അല്ലെങ്കിൽ DAR എന്ന് പറഞ്ഞ നിയമത്തിന്റെ പേരിലായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ആരെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചിട്ട് പിന്നെ നിങ്ങൾ ജയിലിൽ കിടക്കാന്നുള്ളതാണ്. എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് RSS, പിന്നെ മാത്രമല്ല RSSന്റെ ഞാൻ കേട്ടത് വടക്കേ ഇന്ത്യയിലെ ദേവറസിന്റെ ഈ ലെറ്റർ ഇന്ദിരാഗാന്ധി അതിന് മറുപടി അയച്ചില്ല, അത് കോഗ്നിസൻസ് എടുത്തില്ല. പക്ഷേ ആ ലെറ്ററിന്റെ കോപ്പി അവർ എല്ലാ ശാഖകൾക്കും അയച്ചു കൊടുത്തു. ആ ലെറ്റർ വെച്ചിട്ട് മിസൈൽ അറസ്റ്റ് ചെയ്ത പോലും ഇത് കോടതിയെ സമർപ്പിച്ചിട്ട് ഞങ്ങളുടെ RSSന്റെ ചീഫ് പറയുന്നത് ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ എമർജൻസിക്ക് എതിരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ജാമ്യം കിട്ടിയവർ ഒത്തിരി പേരുണ്ട് വടക്കേ ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ക്ലെയിം ആരെടുത്താലും അതിനകത്ത് ക്ലെയിം എടുക്കാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നു സോഷ്യലിസ്റ്റുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ സ്നേഹലത റെഡ്ഡിയെ പോലെയുള്ള ജോർജ് ഫെർണാണ്ടസിനെ ബാംഗ്ലൂരിൽ ഷെൽട്ടർ ചെയ്തു എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടു ജയിലിൽ. ആസ്മ പിടിച്ച് അവരെ ജയിലിൽ കിടന്ന് അവർക്ക് മരുന്ന് കൊടുത്തില്ല, സമയത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല.
ജയിലിൽ നിന്ന് വിട്ടപ്പോൾ ഉടനെ ആ ആഴ്ചയിൽ അവർ മരിച്ചുപോയി. ഞാൻ അവരുടെ മകളുമായിട്ട് നന്ദന റെഡ്ഡിയുമായിട്ട് സംസാരിക്കുമായിരുന്നു. അവർക്ക് ഇപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ വേദനയാണ്. എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അവർ കുട്ടി എന്ന നിലയിൽ ഒരു ഒരു 12 വയസ്സുള്ള കുട്ടി എന്ന നിലയിൽ അവർ ഇതൊക്കെ കണ്ടതാണ്, ഇത് വളർന്നാണ്. അതായത് പിന്നെ അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സിന്റെ ഭാര്യ മകനുമായിട്ട് ജർമ്മൻകാരുടെ സഹായത്തോടുകൂടിയാണ് നാട് വിട്ടത്. കാരണം കൊച്ചുമാനെ 1 വയസ്സുള്ള മാനെ കൊണ്ട് തിഹാർ ജയിലിൽ പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാണ്. അതും ലാല കബീർ ഫെർണാണ്ടസ് ഇന്ദിരാഗാന്ധിയുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നവർ സോഷ്യലിസ്റ്റുകളായിരുന്നു. പക്ഷെ അവരാരും ഇല്ല ഇപ്പൊ എടുക്കാൻ. അങ്ങനെ സോഷ്യൽ പാർട്ടി ഇല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഇല്ല എന്ന് പറയും അല്ലേ? ഇത് RSSന്റെ പ്രകോപനം എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെ RSS, ജമാഅത്തെ ഇസ്ലാമി ആനന്ദമാർഗികളെയൊക്കെ നിരോധിക്കുകയാണ്, ബാൻ ചെയ്തു. അപ്പം ആ ബാനിൽ നിന്നും രക്ഷപ്പെടാൻ സംഘം എല്ലാ കാലത്തും ഒക്കെ കാണിക്കുന്ന അതുപോലെയുള്ള ഒരു അഭ്യാസമാണ്. ഒരു കത്തെഴുതി, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി നോക്കി, ഇത് കൊള്ളാം, സംഭവമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളെ പുറത്തുവിടുക എന്നുള്ളത്. അതിന് ഇന്ദിരാഗാന്ധി വഴങ്ങാത്തതായിരിക്കാം. ഒരുപക്ഷെ RSSനെ സംബന്ധിച്ചിടത്തോളം RSS പ്രതികാര ബുദ്ധിയോടുകൂടി അടിയന്തരാവസ്ഥക്കെതിരെ വർക്ക് ചെയ്യാൻ ഇറങ്ങിയത്. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഈ 67 അല്ല, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് അടുത്ത ശരിക്കും ഒരു ചോയ്സ് ഉണ്ടായിരുന്ന ആള് മൊറാർജി ദേശായി ആയിരുന്നു. അദ്ദേഹം അമേരിക്കൻ പക്ഷപാതിയും മറ്റും ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ പുരോഗമന കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇടതുപക്ഷവും കൂടെ ചേർന്നിട്ട് ഇന്ദിരാഗാന്ധിയെ ഭരണത്തിൽ കൊണ്ടുവരുന്നത്. അപ്പം അവരെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘം എന്നും ലക്ഷ്യമിട്ടിരുന്ന ഹിന്ദുത്വ അതിൽ നിന്നും ദൂരേക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രകോപനം ഉണ്ടാകാനും അവരുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രൊപ്പഗൻഡ നടത്താനും ഉണ്ട്. അത് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഇന്നലെ ഹരീഷ് ഖരയുടെ ലേഖനം ഉണ്ടായിരുന്നു. നട്വർ സിംഗ് അന്ന് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറാണ്. അപ്പൊ നട്വർ സിംഗ് എങ്ങനെ ന്യായീകരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ശാരദപ്രസാദിന് ലെറ്റർ എഴുതി. അദ്ദേഹമാണ് ഒരു ഇൻഫർമേഷൻ അഡ്വൈസർ. ശാരദപ്രസാദ് മറുപടി പറഞ്ഞത് ഇതാണ്: ശരിയാണ്, അവർ പറയുന്നതൊക്കെ ശരിയാണ്, ലിബറൽ ഒപ്പീനിയൻ നമുക്കെതിരെയാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി ഇത് ചെയ്യാൻ കാരണം ജെ പി മൂവ്മെന്റ് RSS ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നാനാജി ദേശ്മുഖ് അതിന്റെ ചീഫ് പടയാളിയായിട്ട് മാറിയിരിക്കുന്നു. അതിന് തടയിടാൻ വേണ്ടിയാണ് മിസസ് ഗാന്ധി എസെൻഷ്യലി ചെയ്തത്. ABVPയുടെ ശാരദപ്രസാദിന്റെ മകൻ പറയണ്ട്, ABVPയുടെ അന്നത്തെ പോപ്പുലാരിറ്റി അത് മുഴുവനും JPയുടെ മൂവ്മെന്റിന് സഹായകരമായി. അത് ഇന്ദിരാഗാന്ധി, ഞാൻ കേട്ടത് ഇന്ദിരാഗാന്ധി ഇതേപോലെ നാസി യൂത്ത് മൂവ്മെന്റിനെ യൂറോപ്പിൽ അവർ വളരുമ്പോൾ കണ്ടിരുന്നു. അതിന്റെ ഒരു 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 പേടി അവർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു RSS അതുവരെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അസ്പൃശ്യത ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നല്ലോ RSSും ജനസംഘം. അവര് ഇതുകൊണ്ട് അത് അസ്പൃശ്യത മാറ്റിയെടുത്ത് മെയിൻ ലൈൻ പാർട്ടിയായിട്ട് വരികയാണ് ചെയ്തത്. അതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും RSS സെലിബ്രേറ്റ് ചെയ്തതാണ്. ഈ എമർജൻസി ഇങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇന്ന് ഭരിക്കാൻ തക്കവണ്ണമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകത്തില്ലായിരുന്നു. അതിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. എന്നല്ലേ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് കോൺഗ്രസ് ഈ 50 വർഷത്തിന് ശേഷവും അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുകയല്ല, അന്നത്തെ ഇന്ദിരാഗാന്ധിയെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അവർ പെട്ടുപോയ ചതിക്കുഴികളെ പറ്റി സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ട ന്യായമായ ഒരു കാര്യമുണ്ട്. കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാരും RSSും തമ്മിൽ രഹസ്യമായ ഇടപാടുകൾ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവർ ഈ നിശബ്ദത പാലിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ മാത്രമല്ല, ഒത്തിരി പേര് സഞ്ജയ് ഗാന്ധിയുടെ ക്രോണീസ് ആയിട്ട് വന്നവരാണ്. കമൽനാഥ്,
ഗുലാം നബി ആസാദ്, ആ ജനറേഷൻ, എന്തിനാ ചിദംബരം പോലും, അവരൊക്കെ പിന്നെ അല്ല അവർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിന്റെ നട്ടെല്ല് കാണിക്കേണ്ടത് 1975 അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം ഉണ്ടായ സാഹചര്യങ്ങൾ അവർ വിശദീകരിച്ചിട്ടില്ല. അതിനടിസ്ഥാനമായ എന്താണ് നിയമവിധി, കോടതി വിധി പിന്നീട് ഇല്ലാതായി പോയതാണ്. അത് ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ അതായത് ഒരു വിധി വരികയും ആ വിധിക്കനുസരിച്ച് പ്രധാനമന്ത്രി പ്രതികരിക്കുകയും ചെയ്യുകയും പിന്നീട് ആ വിധി ഇല്ലാതായി കഴിയുമ്പോൾ ന്യായമായിട്ടും കോൺഗ്രസ്സുകാര് ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം ഗൗഹാട്ടി കോൺഗ്രസ് സമ്മേളനത്തില് ഈ വിധി കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് 1975 നവംബർ 11 മറ്റോ ആണ് സുപ്രീം കോടതി സമ്പൂർണമായിട്ടും അലഹബാദ് ഹൈക്കോടതി വിധി പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. അതും കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഗൗഹാട്ടി കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ AK ആന്റണിയൊക്കെ വിഭ്രഞ്ജിതനായിട്ട് ഇന്ദിരാഗാന്ധിയെ എന്താണ് വിമർശിക്കാനായിട്ടാണ് പോയത്. അപ്പോഴും അതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാനായിട്ട് ആന്റണിയെ പോലെ അത്യുന്നതനായ ഒരു നേതാവിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ അകത്ത് എന്തോ ദുരൂഹത, അല്ല പറയട്ടെ, അത് ശരിയാ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പം ഈ പറയുന്ന വിഷയത്തില് RSS ഇപ്പോൾ ആഘോഷിക്കുന്നതും കോൺഗ്രസ് നിശബ്ദമായിട്ടിരിക്കുന്നതിനും ഇടയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. കാലം അത് പിന്നീട് പുറത്തു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ആ ദുരൂഹതയുടെ പേരാണ് സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയെ ചെയ്തത് ന്യായീകരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരന് പറ്റുന്നില്ല. രാജീവ് ഗാന്ധി പോലും ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായിരുന്ന രാജീവ് ഗാന്ധി പോലും ന്യായീകരിച്ചിട്ടില്ല പലതും. അപ്പം എന്തുകൊണ്ടെന്നൊരു ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിശബ്ദത എന്തുകൊണ്ട്? അത് ബുബുൾ ജയകർ ഇന്ദിരാഗാന്ധിയുടെ എന്താണ് സഹപാഠിയും കൂടെ വളർന്നവരുമാണ് അലഹാബാദിൽ. അവരുടെ ആത്മകഥയിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഈ ജ്യോതിഷികളിൽ വലിയ വിശ്വാസമായിരുന്നു. ഒരു ജ്യോതിഷി അവരോട് പറഞ്ഞു, നിങ്ങളുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നക്ഷത്രങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല, ഒരുമിച്ച് താമസിച്ചാൽ ഒരാളുടെ മരണം നിശ്ചിതമാണ്. അത് അമ്മ എന്ന നിലയിൽ ഇളയ മോനെ പറ്റി ഒരമ്മ കേൾക്കുമ്പോൾ ഉള്ള ഒരു വേവലാതി, അതായത് ഇളയ മോനെ അങ്ങനെയാണ് അവർ ഇൻഡൾജ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ബുബുൾ ജേക്കർ പറയുന്നത്. ഇളയ മോനെ പറ്റി ബുബുൾ ജേക്കർ ഉൾപ്പെടെ പലരും ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ പോകുന്നത് ശരിയല്ല, പുള്ളി എല്ലാം കേട്ടിരിക്കും, മിണ്ടത്തില്ല എന്ന് പറയും. എല്ലാം കേട്ടിരിക്കും, സമ്മതിക്കുകയും ചെയ്യും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ അതാണ് ഡൽഹിയിൽ ഞാൻ കേട്ട ഏറ്റവും വലിയൊരു ഭീകര സംഭവം. അമ്മയെ അടിക്കുന്ന മകനായിരുന്നു സഞ്ജയ് ഗാന്ധി എന്ന് വരെ ഞാൻ കേട്ടു. അത് എത്ര ശരിയാണെന്ന് അവർക്കേ അറിയാവും, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഒരു പൊക്കിൾക്കുടി ബന്ധത്തെ സഞ്ജയ് ഗാന്ധി ദുരുപയോഗം ചെയ്തു എന്ന് പറയേണ്ടി വരും. അത് രാജീവ് ഗാന്ധി പോലും ഒരിക്കലും സ്വന്തം സഹോദരനെ ന്യായീകരിച്ചിട്ടില്ല. രാജീവ് ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ നോക്കുക ഇതിനെപ്പറ്റി. രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെ കൂടെ നിർത്തി, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന RSSനേക്കാളും കൂടുതൽ ഈ ഒരു ഇഷ്യൂ ആണ്. സഞ്ജയ് ഗാന്ധിയെ ന്യായീകരിക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ കോൺഗ്രസിന് പറ്റും? അപ്പൊ ഈ ഒരു പ്രശ്നത്തിലാണ് എനിക്ക് തോന്നുന്നത് സഞ്ജയ് ഗാന്ധിയെ അങ്ങനെ അഴിച്ചുവിട്ട ഒരു അമ്മയുടെ ദുര്യോഗം ആണ് ഇപ്പോഴും നമ്മൾ പലരും ആഘോഷിക്കുന്നത്. ആ അമ്മ അതിന്റെ രക്തസാക്ഷിയായി മാറി, പിന്നെ മകനും രക്തസാക്ഷിയായി. പക്ഷെ അതിന്റെ പ്രയോജനം കിട്ടിയത് മറ്റു ചില പാർട്ടികൾക്കാണ്. അവരാണ് ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് ആഘോഷിക്കാം, അവർക്ക് സന്തോഷിക്കാം, അവർക്ക് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അശോക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനായിട്ട് പറയാനുണ്ടോ? ഇല്ല, ഇപ്പൊ നമുക്കത് കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൺക്ലൂഷൻ ഞാൻ പറഞ്ഞത് 50 വർഷമായിട്ടും ഈ ആക്ഷേപത്തിൽ നിന്നും കോൺഗ്രസിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസ് അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു വശം ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കോൺഗ്രസ് ആരെങ്കിലും അവസാനം ഇത് അറിയുന്ന ആരെങ്കിലും
വിളിച്ചു പറയുമ്പോൾ പുറത്ത് പറയും. നോക്കാം. അത് ചിലപ്പോൾ മേനകാ ഗാന്ധി ആയിരിക്കും പുറത്ത് പറയാൻ പോകുന്നത്. പറയാൻ പറ്റത്തില്ല, മേനകാ ഗാന്ധിക്ക് അത് അറിയാമായിരുന്നു. അപ്പൊ അവരെല്ലാം ഒരേ ഫാമിലിയിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവരായിരുന്നു. ചിലപ്പോൾ മേനകാ ഗാന്ധി ആയിരിക്കും കാലം കരുതി വെച്ച ഇതിന്റെ ഒരു ഗിഫ്റ്റ്. അല്ലെങ്കിൽ അവരുടെ മകൻ ഞാൻ കേട്ടത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വരുൺ ഗാന്ധി. അപ്പൂപ്പന്റെ, അതായത് ഫിറോസ് ഗാന്ധിയുടെ എല്ലാ ചട്ടവട്ടങ്ങളും ഉള്ള ഒരു പയ്യനാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലം ചിലരെയൊക്കെ കരുതി വെച്ചുകൊണ്ടായിരിക്കും അവർ പറയട്ടെ. അങ്ങനെ അശോക് പറഞ്ഞ ഈ പോയിന്റ് ക്ലാരിഫൈ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എമർജൻസി എന്ന 2 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തെ ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ ജനത മാത്രമാണ്. അതും നോർത്ത് ഇന്ത്യയിലെ മലയാളികൾ എന്നും പുച്ഛത്തോടെ കണ്ടിരുന്ന ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ മലയാളികളോ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഇരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആൾക്കാരല്ല. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സാധാരണ മനുഷ്യർ നോർത്ത് ഇന്ത്യയിൽ അവരാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയേണ്ടി വരും. അവർക്ക് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.